വളരെ വൈകാതെ തന്നെ കേന്ദ്രത്തിലുള്ള ഈ സർക്കാർ ആടി ഉലയാൻ സാധ്യതയുണ്ട്. പല സംസ്ഥാനങ്ങളിലും BJP സർക്കാർ ഒരുപക്ഷെ തകർന്നേക്കാം. ഇതിന്റെ സൂചനയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പലരും അതിനെ കളിയാക്കി തൃണവൽക്കരിച്ചു. മോദിക്കും അമിത്ഷായ്ക്കും കൊടുത്ത താക്കീതായിരുന്നു അത്. അതിന് കാരണമായത് ഇപ്പോൾ കേവല ഭൂരിപക്ഷം ലോക്സഭയിലുമില്ല, രാജ്യസഭയിലുമില്ല. രാജ്യസഭയിൽ ബില്ലുകൾ പാസ്സാവുകയില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഗഡ്കരിയുടെ വാക്കുകൾക്ക് വില കൊടുക്കാത്തവർക്ക് മറുപടി എന്ന രീതിയിലേക്കാണ് ഒഡീസയും രാജസ്ഥാനും നീങ്ങുന്നത്. അതിൽ കൃത്യമായി തന്നെ നരേന്ദ്രമോദിയും അമിത്ഷായും വെപ്രാളത്തിലാണ്. എന്തും സംഭവിക്കാവുന്ന രാഷ്ട്രീയ സാഹചര്യം. രാജസ്ഥാനിൽ ഒരുപക്ഷെ കോൺഗ്രസ് മന്ത്രിസഭ ഉണ്ടാക്കുമോ എന്നതും കാത്തിരിക്കണം. BJPക്ക് റിബൽ MLA ഉണ്ടായാൽ, അവർ കോൺഗ്രസിനെ പിന്താങ്ങിയാൽ, തീർച്ചയായും അവിടെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ അവിടെ വലിയ രീതിയിലുള്ള അട്ടിമറി സംഭവിക്കും. ഇതേ രാഷ്ട്രീയ നീക്കം തന്നെയാണ് നവീൻ പട്നായിക്കും ഒഡീസയിൽ നടത്താനിരിക്കുന്നത്. പക്ഷെ അത് എപ്പോൾ എങ്ങനെയെന്നത് പറയാൻ കഴിയില്ല. രാജസ്ഥാനിലും ഒഡീസയിലും ഈ വർഷം തന്നെ സർക്കാർ വീഴും എന്ന സൂചനകൾ ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. BJP നേതൃത്വം കൃത്യമായി അത് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെ അതിനെ തടയണം, അതിനുവേണ്ടിയുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെ നടത്താനാണ് BJPയുടെ തീരുമാനം. ഓപ്പറേഷൻ താമര വഴി ഇതുവരെ കോൺഗ്രസിനെ തേച്ചൊട്ടിച്ച കഥയെ നമ്മൾ കണ്ടിട്ടുള്ളൂ. എന്നാൽ അതേ നാണയത്തിൽ BJPയുടെ കട്ടയും പടവും മടക്കുന്നത് നമ്മളാരും ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ഈ സൂപ്പർ ക്ലൈമാക്സിന് ഏറ്റവും വലിയ ശക്തമായ കാത്തിരിപ്പ് ജനങ്ങൾ നടത്തുന്നത്. കാരണം BJPയുടെ കട്ടയും പടവും അവിടെ മടങ്ങുകയാണെങ്കിൽ ഒഡീസയിൽ പിന്നെ തിരിച്ചു വരാൻ പാടായിരിക്കും. രാജസ്ഥാനിൽ ഒരുപക്ഷെ അത് എന്നേക്കുമായി ഒലിച്ചു പോയേക്കാം. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഈ രണ്ട് പ്രദേശങ്ങളിലും BJPക്ക് നോക്കുകയേ വേണ്ട. നമുക്കറിയാം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ BJPക്ക് 21 സീറ്റുകളുള്ള ഒഡീസയുടെ ലോക്സഭയിൽ നിന്നും 20 സീറ്റുകൾ നേടിയെടുക്കാൻ കഴിഞ്ഞു. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ഏറ്റവും പരാജയമെന്ന് കരുതാൻ കഴിയുന്ന ധർമ്മേന്ദ്ര പ്രധാൻ സംബൽപൂരിൽ നിന്നാണ് വിജയിച്ചത്. എല്ലാ രീതിയിലും തൻ്റെ വകുപ്പ് പരിപൂർണമായ പരാജയമാണ്, ഏറ്റവും വലിയ ദുരന്തമാണ് എന്ന് ജനങ്ങളോട് തെളിയിച്ചു കൊടുക്കുന്ന സാഹചര്യമായിരുന്നു ഇപ്പോൾ കണ്ടത്. നമുക്കറിയാം, ചോദ്യപേപ്പർ ചോർച്ചയുടെ ഒരു തുടർക്കഥയായിരുന്നു ഈ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം നടന്നത്. ഒട്ടുമിക്ക പ്രാധാന്യമുള്ള പരീക്ഷകളും മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങളെ പമ്പര വിഡ്ഢികളാക്കി, ജനങ്ങളെ കഴുതകളാക്കുന്ന ഒരു നാറിയ ഭരണമായിരുന്നു ഇപ്പോൾ നടക്കുന്നത് എന്നത് ഒരു സംശയവുമില്ലാതെ പറയാം. അങ്ങനെയുള്ള ഒഡീസയിൽ തീർച്ചയായും BJPയെ തള്ളിത്താഴയിടാൻ തന്നെയാണ് നവീൻ ബാബുവിന്റെ നീക്കം. രാജസ്ഥാനിലെ രാഷ്ട്രീയ നീക്കവും വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു.